എല്ലാവർക്കും മലയാളി അടുക്കള എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് വറുത്തരച്ച കൊഞ്ച് തീയൽ തയ്യാറാക്കാം. അതിനായിട്ട് തേങ്ങ തിരിങ്ങി വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് 2 ചെറിയ ഉള്ളി, ഉലുവ, ഒരു ടീസ്പൂൺ മല്ലി. നമ്മളിത് മൂത്ത് വരുമ്പം പൊടി ചേർക്കും. ഇപ്പോൾ ഒരു ചെറുതായിട്ടൊരു മല്ലിയും മുളകൊക്കെ ഇട്ടേക്കുന്നതേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയുടെ ചേർത്ത് കൊടുക്കാം. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ തേങ്ങയ്ക്കകത്ത് എണ്ണമയം ഇല്ലാത്തത് കുറവായിരിക്കും. അന്നേരം ഇത് മൂത്ത് കിട്ടാൻ പാടാണ്. അതുകൊണ്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയുടെ ചേർത്ത് കൊടുക്കാം. നമുക്കിത് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ആദ്യം ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് ഇളക്കി ചൂടാകുമ്പോൾ പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ച് വേണം വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. കൈ വിടാതെ തന്നെ ഇളക്കണം. തേങ്ങ മുക്കാലും മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ മുളക് പൊടി കുറച്ച് മതി. ഞാനൊരു 1 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി അത് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഉലുവാപ്പൊടി ചേർക്കണം. അത് ലാസ്റ്റ് നല്ല മൂത്ത് വരുമ്പോൾ ചേർക്കാം. ഉലുവ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഉലുവാപ്പൊടി കുറച്ച് ചേർത്താൽ മതി. മുളകൊന്നും ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും. മുളക് ഉണ്ടായതുകൊണ്ട് ഞാൻ മുളക് ഇട്ട്. തേങ്ങ മൂത്തത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിൽ തന്നെ ഇരുന്നാൽ ഇരുമ്പേട്ടിയിൽ ഇരുന്നത് കരിഞ്ഞു പോകും. അതുകൊണ്ട് മാറ്റി വെച്ച് തണുപ്പിക്കാൻ വയ്ക്കണം. ഒരു 3/4 തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോഴത്തെ ചട്ടി ഒന്നും വലിയ നല്ലതല്ല. ഇത് ഒരുപാട് നാളായ ചട്ടിയാണ്. ഇപ്പോൾ ഒരു പുതിയ ചട്ടി എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും മീൻകറി വയ്ക്കുന്നതായിരുന്നു. അത് ഇന്നലെ കരിമീൻ കിട്ടി. അത് തേങ്ങ അരച്ച് നല്ല കറിയൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഉച്ചയ്ക്ക് ചോറ് വിളമ്പാനായിട്ട് കറി നോക്കുമ്പോൾ ഉണ്ട് മീനെല്ലാം പറ്റിയിരിക്കുന്നു. അങ്ങനെ ചട്ടി പൊക്കി നോക്കിയപ്പോൾ ഉണ്ട് അതിൻ്റെ വെള്ളമെല്ലാം, കറിയുടെ വെള്ളമെല്ലാം ചവിട്ടിക്കിടക്കുന്നു. എല്ലാം പോയി. ചട്ടി ചെറുതായിട്ടൊന്ന് പൊട്ടിയായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ മീൻകറിയൊക്കെ അന്നേരം തന്നെ ഉച്ചയ്ക്ക് തന്നെ എല്ലാവരും അങ്ങ് എടുത്ത് തീർത്ത്. നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. തീയലിന് ഉള്ളി അരിയുമ്പം ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത്. നമ്മൾ കടുക് വറുക്കുന്ന നമുക്ക് വട്ടത്തിൽ അരിയരുത്. അതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണം. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു തീയലുണ്ടാകാൻ തേങ്ങയൊക്കെ വറുത്ത് 3-4 തേങ്ങയൊക്കെ തിരിഞ്ഞ് വറുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ച് നമ്മൾ തീയലുണ്ടാകുമ്പോൾ എടുത്ത് ഉപയോഗിക്കുക. ഒത്തിരി നാൾ കേടുകൂടാതെ ഇരുന്നുള്ളൂ. അത് പിന്നെ മീൻ കറി വയ്ക്കാനും ഒക്കെ എടുക്കാതെ. ഉള്ളി വാടി വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് കൊഞ്ചിട്ട് കൊടുക്കാം. അത്യാവശ്യത്തിന് വലിപ്പമുള്ള കൊഞ്ചത്. കൊഞ്ച് ബിരിയാണി എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ളൊരു ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കാണണേ. കൊഞ്ച് വേകുമ്പോഴത്തേന് നമുക്ക് അരച്ചുകൊണ്ട് വരാനുള്ള അരപ്പ്. വെള്ളം തൊടാതെ തന്നെ അരച്ചെടുക്കണം. എന്നാലേ ആ തീയലിനൊരു ടേസ്റ്റ് വരുത്തുള്ളൂ. തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് വലിയ എണ്ണയില്ല, എന്നാലും എണ്ണയുണ്ട്. വെള്ളം തൊട്ട് കഴിഞ്ഞാൽ കളറിന് വ്യത്യാസം വരും. നല്ല ബ്ലാക്ക് കളർ, നല്ല കളറില്ല. മറ്റേതൊരുമാതിരി തേങ്ങ വെള്ളം ഒഴിച്ചരയ്ക്കുമ്പോൾ വേറൊരു കളറാവും തീയലിന്. തക്കാളി ചേർത്ത് നോക്കുക. കൊഞ്ചൊന്ന് വാടിയിട്ടുണ്ട്. രണ്ട് തക്കാളി ഞാൻ ചേർത്തിട്ടുണ്ട്, ചെറിയ തക്കാളി. തക്കാളി ഒന്ന് വാടി വരട്ടെ. വലിയ കൊഞ്ചിട്ട് തീയൽ വയ്ക്കുന്നതിനെക്കാട്ടിലും നല്ലത് ചെറിയ കൊഞ്ചാണ്. ചെറിയ കൊഞ്ചിട്ട് തീയൽ വയ്ക്കുമ്പോൾ ആ കറിക്ക് നല്ല ടേസ്റ്റാണ്.
തക്കാളിയും കൊഞ്ചും എല്ലാം നല്ലപോലെ വാടിയിട്ടുണ്ട്. അതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിലോട്ട് ഉള്ളിയൊന്നും വാടിയപ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. അന്നേരം ഉപ്പ് ഇടുകയാണെങ്കിൽ പിന്നെ നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ അരപ്പൊന്ന് മിക്സ് ചെയ്യും. കുറച്ച് പുളിയും പിഴിഞ്ഞ വെള്ളവും തിളച്ച വെള്ളവും കൂടെ ആണ്. വെള്ളം ഒഴിക്കുമ്പം തോനെയും കുറുകിയതാണെങ്കിൽ വെള്ളം കുറച്ചൊഴിച്ചാൽ മതി. കുറുകിയിരിക്കുന്ന തീയലാ മതിയെങ്കിൽ. അപ്പോൾ കൊഞ്ച് തന്നെ മുക്കാൽ വെന്തിട്ടുണ്ട്. ഇച്ചിരി വെള്ളം കൂടെ വേണം. അത് പിഴുപുളിയാണ് ചേർത്തേക്കുന്നത്. മതി, ഇത്രയും വെള്ളം മതി. ഇതിനകത്ത് തന്നെ പൊട്ടറ്റോയും ചേർത്ത് നമ്മൾ ഉള്ളി വാട്ടുമ്പോൾ പൊട്ടറ്റോ ചേർക്കാം, വഴുതനങ്ങ ചേർക്കാം. ഇങ്ങനെ എല്ലാം തീയൽ വയ്ക്കാം. പക്ഷേ അതിനേക്കാട്ടിലും നല്ലത് ഈ കൊഞ്ച് തീയൽ വയ്ക്കുമ്പോൾ പൊട്ടറ്റോയും വഴുതനങ്ങയും ചേർക്കാതെ ഉള്ളിയും തക്കാളിയും മാത്രം ഇട്ട് വയ്ക്കാനാണ് ടേസ്റ്റ്. നമ്മൾ വെജിറ്റബിൾ തീയൽ വയ്ക്കുമ്പോൾ ഈ പൊട്ടറ്റോയും വഴുതനങ്ങയും എല്ലാം ചേർത്ത് തീയൽ വയ്ക്കാം. ഉച്ചക്കലത്തേക്ക് പയറെടുക്കാമെന്ന് വിചാരിച്ച്. നല്ല കുറ്റിപ്പയറാണ്. അതിന് ഉപ്പുവെള്ളത്തിൽ കഴുകി ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ. ഉപ്പുവെള്ളത്തിൽ കഴുകി അരിഞ്ഞ് തോരനരിഞ്ഞെടുക്കാം. പയർ തോരനുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കും. എണ്ണ ചൂടായുമ്പോഴത്തേന് കടുക് ഇട്ട് കൊടുക്കും. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. പയറും സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ചേർക്കുന്നില്ല, ഇത്തിരി മുളക് പൊടിയാണ് ഇതിന് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കും. ഇളക്കി സിമ്മിലാക്കി അടച്ച് വെച്ച് ചെറിയ തീ വേവിച്ചെടുക്കും. അരപ്പിനായി ഇച്ചിരി തേങ്ങയിൽ ഇച്ചിരി മുളക് പൊടിയും ലേശം മഞ്ഞൾപ്പൊടി അത്രയും ചേർത്ത് കൈ കൊണ്ടൊന്ന് ഞവടി എടുത്താൽ മതി. മിക്സിയിൽ ജാറിലിട്ട് ചതയ്ക്കുന്നതിനെക്കാട്ടി നല്ലത് ഇതിനെ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. കൈ കൊണ്ടൊന്ന് പുരട്ടിയെടുക്കുന്നതാണ്. അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇളക്കാം. ഇങ്ങനെ പയർ തോരൻ റെഡിയായി. അങ്ങനെ ഇന്നത്തെ ഉച്ചയൂണ് റെഡി ആയിട്ടുണ്ട്. വറുത്തരച്ച കൊഞ്ച് തീയലും അച്ചിങ്ങ പയർ തോരനും. വേറെ പ്രത്യേകിച്ച് ഇത് മീൻ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. തീയലുണ്ട് എല്ലാവർക്കും ഇതാ ഇഷ്ടം. നമുക്ക് ചോറ് വിളമ്പാം. ആദ്യം ചോറിട്ട് കൊടുക്കുക. പയർ തോരൻ, കൊഞ്ച് തീയൽ, നമുക്ക് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കയറി ഒന്ന് എല്ലാ വീഡിയോസും ഒന്ന് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ ഡെയിലി നമ്മുടെ കേരള സ്റ്റൈൽ കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. എല്ലാം നാടൻ കറികളാണ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും നോക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദിയുണ്ട്. ഇനി നാളത്തെ വിശേഷവുമായിട്ട് നാളെ വരാം.